ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയ വിജയോത്സവം പദ്ധതി വൻ വിജയമായതിന്റെ തെളിവാണ് ഇത്തവണത്തെ ജില്ലയിലെ ഉയർന്ന വിജയ ശതമാനം. മികച്ച കുട്ടി മികവുറ്റ വിദ്യാലയം എന്ന പദ്ധതി സന്ദേശം പൂർണ്ണമായും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചത് വിദ്യാലയങ്ങളുടെ അഭിമാനകരമായ വിജയത്തിന് കാരണമായി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് ഉയർന്ന വിജയമെന്നതും അഭിമാനിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. പഴയകാല അനുഷ്ഠാന കലകളും വാമൊഴി പ്രസ്ഥാനവും ചെറുകഥാ സാഹിത്യത്തിന്റെ അടിസ്ഥാനമെന്ന് സാഹിത്യകാരി പി വത്സല. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർഗവസന്തം ക്യാമ്പിന് തുടക്കമായി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം അബ്ദുൾ സലാം. ഹൈ ഡെഫിനിഷൻ 3D സിനിമാ പ്രദർശനം പ്ലാനറ്റേറിയത്തിൽ ആരംഭിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടം ഭേദഗതി വരുത്തുമ്പോൾ ലെൻസ് ഫെഡിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. വാർത്തകൾ വിശദമായി. ചെറുകഥാ സാഹിത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ പഴയകാല അനുഷ്ഠാന കലകളും വാമൊഴി പ്രസ്ഥാനവുമാണെന്ന് സാഹിത്യകാരി പി വത്സല. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആഭിമുഖ്യത്തിൽ കോഴിക്കോട് നളന്തയിൽ ആരംഭിച്ച സഹവാസ ക്യാമ്പ് സർഗവസന്തം 2014 ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിവിധ സർക്കാർ സ്വയംഭരണ സന്നദ്ധ പ്രസ്ഥാനങ്ങളുടെ സഹകരണത്തോടും പങ്കാളിത്തത്തോടും കൂടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് വിപുലമായ സഹവാസ ക്യാമ്പുകൾ സർഗവസന്തം 2014 എന്ന പേരിൽ സംഘടിപ്പിച്ചു വരികയാണ്. നാടകം, കഥ, കവിത, ചിത്രരചന, മാധ്യമം, പരിസ്ഥിതി, ചലച്ചിത്രം എന്നീ വിഷയങ്ങളിലാണ് ക്യാമ്പുകൾ. 10 വയസ്സിനും 16 വയസ്സിനും ഇടയുള്ള കുട്ടികൾക്കായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികളുടെ സർഗവാസനയെ പരിപോഷിപ്പിക്കുന്നതിനും വ്യക്തിത്വ വികാസത്തിനുമായി ഉദ്ദേശിച്ചിട്ടുള്ള ക്യാമ്പിൽ സംസ്ഥാനത്തെ പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിക്കും. പ്രമുഖർ കുട്ടികളുമായി സംവദിക്കും. പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ ക്യാമ്പിന് മാറ്റുകൂട്ടും. സർഗവസന്തം 2014 ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് നളന്തിയിൽ സാഹിത്യകാരി പി വത്സല നിർവഹിച്ചു. ചെറുകഥാ സാഹിത്യത്തിന്റെ അടിസ്ഥാന ശിലകൾ പഴയകാല അനുഷ്ഠാന കലകളും വാമൊഴി പ്രസ്ഥാനവുമാണെന്ന് പി വത്സല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് മലയാള കഥ ഏറ്റവും കൂടുതൽ ദുഷ്കരമായ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. മലയാള നോവലിനേക്കാൾ വളരെയധികം ശക്തമായ ശാഖയായി മലയാള ചെറുകഥാ പ്രസ്ഥാനം വളർന്നു വരുന്നതായും അവർ പറഞ്ഞു. ഇന്ന് മലയാള കഥ ഏറ്റവും പുഷ്കലമായ ഒരു അവസ്ഥയിലാണ്. മലയാള നോവലിനേക്കാൾ ഇന്ന് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശാഖ എന്ന് വേണമെങ്കിൽ മലയാള കഥയെ വിശേഷിപ്പിക്കാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ നെടുമുടി ഹരികുമാർ അധ്യക്ഷം വഹിച്ചു. ഭരണസമിതി അംഗം ഹരിദാസ് കൊമ്മേരി, രാജു കാട്ടുപുനം, ഷൈബിൻ ടി, കമാൽ വരദൂർ, KP രാമനുണ്ണി, സുഭാഷ് ചന്ദ്രൻ, NP ഹാഫിസ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. 28-ന് ക്യാമ്പ് സമാപിക്കും. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം വഹിക്കുന്ന പങ്ക് വളരെ ശ്ലാഘനീയമാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ M അബ്ദുൾ സലാം. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആരംഭിച്ച ഹൈ ഡെഫിനിഷൻ 3D ഫിലിം പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രം വഹിക്കുന്ന പങ്ക് വളരെ ശ്ലാഘനീയമാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൾ സലാം പറഞ്ഞു. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ആരംഭിച്ച അത്യാധുനിക 3D സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് പ്രാവർത്തികമാക്കുന്ന ഒരു പ്ലാനറ്റോറിയം നമ്മുടെ സ്റ്റേറ്റിന്റെ അഭിമാനം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി തന്ന ഈ ഗിഫ്റ്റ്. പ്ലാനറ്റോറിയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഡയറക്ടർ ഡോക്ടർ M ആനന്ദരാജ് അധ്യക്ഷനായിരുന്നു. മേഖലാ ശാസ്ത്ര കേന്ദ്രം ഡയറക്ടർ VS രാമചന്ദ്രൻ, സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, KM സുനിൽ എന്നിവർ സംസാരിച്ചു.
20 ലക്ഷം രൂപ ചെലവഴിച്ച് സിംഗപ്പൂരിൽ നിന്നുമാണ് ഈ സംവിധാനം ലഭ്യമാക്കിയത്. 5.1 ചാനൽ ഓഡിയോ സിസ്റ്റമാണ്. പുതിയ സംവിധാനത്തിലൂടെ 3D ഫിലിം പ്രദർശനം മികവാർന്നതും ദൃശ്യങ്ങൾ കാണികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രതീതി അനുഭവപ്പെടുകയും ചെയ്യും. 10 മിനിറ്റ് വീതം ദൈർഘ്യമുള്ള ദിനോസർ തീം പാർക്ക്, ആനിമൽ വിഷൻ എന്നീ ഫിലിമുകളാണ് പ്രദർശിപ്പിക്കുന്നത്. Discovered only a few years before the Giganotosaurus, both species lived at the same time and barely changed. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം അനുമോദന യോഗം ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടികൾ എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം നേടിയ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീലയും എ പ്രദീപ് കുമാർ MLAയും വിതരണം ചെയ്തു. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ കോഴിക്കോട് ജില്ലയിൽ വിജയം 97.14% ഉയർന്നു. സംസ്ഥാനത്ത് 3ാം സ്ഥാനമാണ് കോഴിക്കോടിന്. ഈ വർഷം 64 സ്കൂളുകൾക്ക് 100% വിജയമുണ്ട്. ജില്ലയിലെ സ്കൂളുകളിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തി വിജയശതമാനം ഉയർത്തുന്നതിനായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജില്ലാ പഞ്ചായത്ത് വിജയോത്സവം പദ്ധതി നടപ്പിലാക്കി വരികയാണ്. വിജയോത്സവം പദ്ധതിയുടെ ഭാഗമായാണ് SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം കൈവരിച്ച ജില്ലയിലെ സ്കൂളുകളെയും വിദ്യാർത്ഥികളെയും ആദരിക്കാൻ അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ന്യൂ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം എ പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 99% 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും മുഴുവൻ A+ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരം നൽകി ആദരിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല അധ്യക്ഷയായിരുന്നു. വിദ്യാലയങ്ങൾക്കുള്ള ട്രോഫികൾ പ്രദീപ് കുമാർ MLA വിതരണം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള മെഡലുകൾ കാനത്തിൽ ജമീല സമ്മാനിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 129 പേര് 129 പേര് പാസ്സായി. ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ കൊയിലാണ്ടി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാക്കോടി അവർക്ക് വരാൻ വഴിയൊന്ന് സൗകര്യപ്പെടുത്തുന്നതാണ്. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സാനിക്കുമി വേറെ ഹയർ സെക്കൻഡറി സ്കൂൾ, അശ്വതീയം GHS സ്കൂളൂർ, അക്ഷയ സന്തോഷ് GHS ഫറൂഖ്, ആർദായസ് മേനോൻ കുന്നമംഗലം, കന്യാ KS സെന്റ് തോമസ് കൂരാച്ചൂണ്ട്, വിഷ്ണു പ്രസാദ് GHS കൊളത്തൂർ, വിനായക് ജിജിമോൾ TS കൊയിലാണ്ടി, അമൃത സത്യൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി കുറ്റ്യാടി, അമയ SK GVHS മേപ്പയ്യൂർ, മുന്നാസ് PS നരിക്കുനി ഗവൺമെന്റ് HSS, നൌഫിദ ഷെറിൻ TK GHS നരിക്കുനി. കരിയർ ഗൈഡൻസ് ക്ലാസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M സലീം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ TK തങ്കമണി, CVM നജ്മ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ VD ജോസഫ്, PTM ഷറഫുന്നിസ, കോഴിക്കോട് താമരശ്ശേരി വടകര DEOമാരായ E വസന്തൻ, E രാജഗോപാലൻ, EK സുരേഷ് കുമാർ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി. നമുക്കൊരു അഭിമാന മുഹൂർത്തമാണ്. കോഴിക്കോട് ജില്ല എക്സ്പ്രസിന്റെ കാര്യത്തിൽ 4.6% നമ്മുടെ തൊട്ടടുത്ത് എന്ന് പറയും. പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളില്ലാതെ ഏപ്രിൽ 28-ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന പ്യൂൺ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ ആസ്ഥാനത്തേക്ക് അംബേദ്കർ ജനപരിഷത്ത് നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അധികാരികൾ വർഷങ്ങളായി പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവഗണന തുടരുകയാണെന്ന് അംബേദ്കർ ജനപരിഷത്ത്. ഇതിനെതിരെ നടത്തുന്ന സമരങ്ങളുടെ ഫലമായാണ് സർവകലാശാലയുടെ മുഴുവൻ തെരഞ്ഞെടുപ്പ് സമിതിയിലും നിയമനത്തിലും SC/ST പ്രതിനിധികളെ ഉൾപ്പെടുത്തണമെന്ന് കമ്മീഷന്റെ ഉത്തരവുണ്ടായത്. എന്നാൽ ഈ ഉത്തരവ് വിലക്കെടുക്കാതെ പട്ടികജാതി പട്ടികവർഗ പ്രതിനിധികളില്ലാതെ ഏപ്രിൽ 28-ന് നടത്തുന്ന പ്യൂൺ ഇന്റർവ്യൂ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ ആസ്ഥാനത്തേക്ക് അംബേദ്കർ ജനപരിഷത്ത് നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് AJP സംസ്ഥാന പ്രസിഡന്റ് രാംദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് പട്ടികജാതി വർഗത്തെ പാടെ അവഗണിക്കുന്ന ഇത്തരം ഇന്റർവ്യൂകൾ നിർത്തിവെക്കുകയോ പട്ടികജാതി വർഗ സംവരണം നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് രാംദാസ് വേങ്ങേരി പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പട്ടികജാതി സെനറ്റ് മെമ്പറെ ഉൾപ്പെടുത്തിയിട്ട് മാത്രമേ ഇനിയൊരു നിയമനം, ഇനിയൊരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടി പാടുള്ളൂ എന്ന് വ്യക്തമായിട്ട് കമ്മീഷൻ കൊടുത്തിട്ട് പോലും
കമ്മീഷന്റെ ഉത്തരവ് കാറ്റിൽ പറത്തിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയെ കട്ടുമുടിക്കുന്ന ചില കപട നേതാക്കന്മാര് തിങ്കളാഴ്ച ലക്ഷക്കണക്കിന് ഉറുപ്പിക കോല മുൻകൂട്ടി വാങ്ങിയിട്ട് നിയമനം നടത്തുകയാണ്. മാർച്ചിന് ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് മകവൂർ, കെ ജയരാജൻ, തങ്കംപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ ചട്ടം ഭേദഗതി വരുത്തുമ്പോൾ ലെൻസ് ഫെഡിന്റെ നിർദ്ദേശങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ടെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിനെ ആസ്പദമാക്കി ലെൻസ് ഫെഡ് തയ്യാറാക്കിയ കൈപ്പുസ്തകം പ്രകാശനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം ഹോട്ടൽ കിങ് ഫോർട്ടിൽ വെച്ച് നടന്നു. കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിനെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചു. കേരള പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി സുപി നരിക്കാട്ടിരി കൈപ്പുസ്തകം ഏറ്റുവാങ്ങി. നമുക്ക് അർബനൈസേഷന്റെ ഭാഗമായി നിൽക്കുന്നതിനെ വേറെയും വെർജിനിറ്റിയോടുകൂടി ഇപ്പോഴും നിൽക്കുന്ന ഗ്രാമങ്ങളെ വേറെയുമാക്കി അത് കൃത്യമാക്കി മാറ്റാൻ അതിനകത്ത് പിന്നെ ഒരു അപാകതയുണ്ട് എന്ന് ആർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ലെൻസ് ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ UA ഷബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലെൻസ് ഫെഡ് മുൻ ചെയർമാൻ എഞ്ചിനീയർ K സലീം പുസ്തകത്തെ പരിചയപ്പെടുത്തി. ലെൻസ് ഫെഡ് സംസ്ഥാന ട്രഷറർ ജോഷി സെബാസ്റ്റ്യൻ, RK മണിശങ്കർ, T ജാബിർ, NV പ്രഭാകരൻ, മുഹമ്മദ് ഇക്ബാൽ, സുധീഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. ഒരു കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. കേരള പ്ലാസ്റ്റിക് സർജൻസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവും ശില്പശാലയും ഹൈസൺ ഹെറിറ്റേജിൽ നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെയും കോഴിക്കോട് പ്ലാസ്റ്റിക് സർജറി ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സമ്മേളനം നടന്നത്. 3 ദിവസങ്ങളിലായാണ് കേരള പ്ലാസ്റ്റിക് സർജൻസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവും ശില്പശാലയും ഹൈസൺ ഹെറിറ്റേജിൽ വെച്ച് നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗവും കോഴിക്കോട് പ്ലാസ്റ്റിക് സർജറി ക്ലബ്ബും ചേർന്നാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്ലാസ്റ്റിക് സർജറിയിലെ നൂതനവും സങ്കീർണവുമായ ശസ്ത്രക്രിയകളുടെ വീഡിയോ ശില്പശാലയും നടന്നു. സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾ, അർബുദം മൂലവും അപകടങ്ങളിൽപ്പെട്ടും സംഭവിക്കുന്ന അംഗവൈകല്യങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ, അമിതവണ്ണം, സ്തനങ്ങളുടെ വലിപ്പ വ്യത്യാസം എന്നിവയ്ക്ക് പരിഹാരമായുള്ള ശസ്ത്രക്രിയകളുടെ പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. ഡോക്ടർ C രവീന്ദ്രൻ, ഡോക്ടർമാരായ NC ശ്രീകുമാർ, ഷീജ രാജൻ, MM ജേക്കബ്, ഹാസിഫ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് വളർന്നുവരുന്ന തലമുറയെന്ന് മന്ത്രി MK മുനീർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് SPCയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മർ ക്യാമ്പ് എമിനൻസ് 2014 സമാപനത്തിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
യുവജനങ്ങളിൽ ലക്ഷ്യബോധവും സേവന സന്നദ്ധതയും വളർത്തുന്നതിനായി കേരളത്തിലെ 325 വിദ്യാലയങ്ങളിലാണ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് പദ്ധതി നടപ്പിലാക്കിയത്. SPCയുടെ കോഴിക്കോട് സിറ്റി ജില്ലാ സമ്മർ ക്യാമ്പ് എമിനൻസ് 2014 5 ദിവസങ്ങളിലായി കോഴിക്കോട് കാരന്തൂർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. 660 കേഡറ്റുകൾക്ക് പുറമെ 150ഓളം പോലീസ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡ്, ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗങ്ങളുടെ പ്രദർശനവും പരിശീലനവും നടന്നു. ക്യാമ്പിന്റെ സമാപനമായാണ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. പരേഡിൽ മന്ത്രി MK മുനീർ സല്യൂട്ട് സ്വീകരിച്ചു. ആദിത്യനെ സ്നേഹിക്കുന്ന പ്രഭു തൊട്ടുപിറകിലായി വിശിഷ്ടാതിഥിക്കാൻ അഭിവാദ്യം അർപ്പിച്ചു തരുന്നു. അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. തൊട്ടുപിറകിലായി ഹയർ സെക്കൻഡറി സ്കൂളിലെ കൈലാസ് മേഖല പ്ലട്ടൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചു നീങ്ങുന്നു. പലപ്പോൾ MM ഹയർ സെക്കൻഡറി സ്കൂൾ മതേതര ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരാണ് വളർന്നുവരുന്ന തലമുറയെന്ന് സല്യൂട്ട് സ്വീകരിച്ചതിനു ശേഷം മന്ത്രി മുനീർ പറഞ്ഞു. നിങ്ങൾ ജനിച്ചു വീണ നിമിഷം മുതൽ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ്. പക്ഷെ ഭാവിയുടെ പ്രതിരോധത്തോടുകൂടി ഈ രാജ്യത്തെ കാത്തുസൂക്ഷിക്കേണ്ട പൗരന്മാരാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രിമാരും വകുപ്പ് മേധാവികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വായനയുടെ പുതിയ സംസ്കാരം ജനങ്ങളിലെത്തിക്കുകയാണ് ഒരുപറ്റം കുരുന്നുകൾ. കാവുംവട്ടം UP സ്കൂളിലെ കുട്ടികളാണ് സഞ്ചരിക്കുന്ന ലൈബ്രറിയുമായി വീടുകളിലെത്തുന്നത്. മധ്യവേനൽ അവധിയിലും വീട്ടിൽ കളിച്ചിരിക്കാതെയാണ് പുസ്തക സഞ്ചിയുമായി നാട്ടുകാരെ വായിപ്പിക്കാൻ ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂൾ ലൈബ്രറിയാണ് കാവുംവട്ടം UP സ്കൂളിലെ അപ്പുമാസ്റ്റർ സ്മാരക ഗ്രന്ഥാലയം. 4000 പുതിയ പുസ്തകങ്ങളുമായാണ് ഈ അക്ഷരപ്പുര നിലകൊള്ളുന്നത്. ആധുനിക രീതിയിലുള്ള കെട്ടിടവും കമ്പ്യൂട്ടർ അടക്കമുള്ള സജ്ജീകരണങ്ങളും ഈ ഗ്രന്ഥശാലയെ മറ്റുള്ള ലൈബ്രറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടാനുസരണത്തിന് ബുക്ക് എടുത്ത് വായിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിലൂടെ ഞങ്ങൾക്ക് അറിവിന്റെ ഒരു സമ്പത്ത് ലഭിക്കുന്നുണ്ട്. ഇതിനു മുൻപേ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിക്ക് ഒരു സഞ്ചരിക്കുന്ന ലൈബ്രറി എന്നൊരു വൈവിധ്യവും നൈപുണ്യം കൊണ്ട് ശ്രദ്ധേയമാണ് പുസ്തകങ്ങൾ. സ്കൂളിലെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും വായനക്കാരായി മാറ്റാൻ കഴിഞ്ഞുവെന്നതാണ് ലൈബ്രറിയുടെ പ്രത്യേകത. സഞ്ചരിക്കുന്ന ലൈബ്രറി തുടങ്ങിയത് കാരണം ഞങ്ങൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ ബുക്ക് ഒരുപാട് വായിക്കുകയായിരുന്നു. പിന്നെ ലൈബ്രറിയിലൊക്കെ പോയി എടുക്കേണ്ടതായിരുന്നു. പിന്നെ അപ്പം കുറെ കാലമായി വായിക്കുകയും ചെയ്യാത്ത സ്കൂളിലെ കുട്ടികൾ ഇപ്പം ആഴ്ചയിലും ബുക്ക് കൊണ്ടെത്തുന്നത് കാരണം ആ വായനാശീലം വീണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ലൈബ്രറിയുടെ കീഴിൽ സഞ്ചരിക്കുന്ന ഗ്രന്ഥാലയം പ്രവർത്തിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മധ്യവേനലവധിയിലും കുട്ടികൾ സ്ക്വാഡുകളായി പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്നു. വായനക്കാരുടെ അഭിരുചിക്കൊത്ത പുസ്തകങ്ങൾ വീട്ടുകാർക്ക് നൽകി വായനയുടെ പുതിയൊരു അന്തരീക്ഷം തുറന്നു നൽകുന്നു. വായിച്ച പുസ്തകങ്ങൾ തിരികെ വാങ്ങി വീണ്ടും പുതിയ പുസ്തകങ്ങളും നൽകുന്നുണ്ട്. പെരുകുന്ന സാമൂഹിക തിന്മകൾ മാധ്യമങ്ങൾ ദൗത്യം മറക്കുന്നുവോ എന്ന വിഷയത്തിൽ ISM നേതൃത്വത്തിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു. അസ്മ ടവറിൽ നടന്ന സെമിനാർ മുൻ MP സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ജാഫർ വാണിമേൽ അധ്യക്ഷം വഹിച്ചു. മാധ്യമങ്ങൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്നതിൽ ധർമ്മസങ്കടത്തിലാണെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകർ പങ്കെടുത്ത സെമിനാർ അഭിപ്രായപ്പെട്ടു. സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകൾ വാർത്തകളാകുമ്പോൾ ആ അരുതായ്മകൾ സമൂഹത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥയാണിന്ന്. കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കാതെ നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ ഒരു വശത്ത്, ലാഭക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ ദൗത്യമേൽപ്പിച്ച പത്രമുതലാളിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കേണ്ട നിർബന്ധിതാവസ്ഥ മറുവശത്ത്.
ഇതിനുമെല്ലാമിടയിൽ ധർമ്മം നിർവഹിക്കാത്ത മാധ്യമപ്രവർത്തകർ വിമർശിക്കപ്പെടുകയാണ്. മാധ്യമങ്ങൾ ദൌത്യം മറക്കുന്നുവോ എന്ന വിഷയത്തിൽ ISM സംഘടിപ്പിച്ച സെമിനാർ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. ആത്യന്തികമായ മാധ്യമ പ്രവർത്തനം എന്നത് സത്യം പറയലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തമമായ മാധ്യമ പ്രവർത്തനം ജനങ്ങളുടെ അവകാശമാണ്. അതേസമയം നല്ല വാർത്തകൾ മാത്രം നൽകിയാൽ പത്രം വായിക്കാൻ ആളുണ്ടാവില്ല. തെറ്റിനെ മഹത്വവൽക്കരിക്കുന്ന വികൃതമായ മാധ്യമ പ്രവർത്തനം ഏറിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് സോളാർ കേസിലെ പ്രതി സരിത. സരിതയെ കാണുമ്പോൾ ആളുകൾ ഓട്ടോഗ്രാഫുമായി വരുന്ന അവസ്ഥയുണ്ടായത് വികൃത മാധ്യമ പ്രവർത്തനം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വൈവിധ്യമാർന്ന കുറ്റങ്ങൾ, കുറ്റകൃത്യങ്ങൾ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. കുറ്റവാളികൾക്ക് സമാദരണീയത കിട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. നമ്മുടെ യുവതലമുറയ്ക്ക് മാർഗഭ്രംശം സംഭവിക്കത്തക്ക രീതിയിൽ മാധ്യമങ്ങൾ ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇങ്ങനെ ധാരാളം വൈകല്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ അവിടെ ഒരു മറുവശമുള്ളത്, ഈ മാധ്യമങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? ഇതൊക്കെ മറച്ചു വയ്ക്കാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട്. മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹിമാൻ, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, ISM സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജഫർ വാണിമേൽ, സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി, മുജീബ് റഹ്മാൻ കിനാലൂർ, BPA ഗഫൂർ, ശുക്കൂർ കോന്നിക്കൽ, ഡോക്ടർ ലബീദ് അരീക്കുട് എന്നിവർ സംസാരിച്ചു. നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ JCI കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ നെൽപ്പാടം കൊയ്ത്തുത്സവം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 30 രാവിലെ കാവുംവട്ടം ജംഗ്ഷനിൽ നടക്കുന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നെൽപ്പാടം സംരക്ഷിക്കാൻ കൊയിലാണ്ടിയിൽ കൊയ്ത്തുത്സവം. JCI കൊയിലാണ്ടിയുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളിലൊന്നായ നെൽപ്പാടം കൊയ്ത്തുത്സവം കേരള കൃഷിമന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. 30 രാവിലെ 9 മണിക്ക് കാവുംവട്ടം ജംഗ്ഷനിലാണ് പരിപാടി. ചടങ്ങിൽ പ്രദേശത്തെ പരമ്പരാഗത കർഷകരെ ആദരിക്കും. K ദാസൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ K ശാന്തയടക്കമുള്ളവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് JCI ഭാരവാഹികൾ കൊയിലാണ്ടിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. Galaxy made of ABS material. Galaxy made of ABS material. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ മായങ്ങൾ തുറന്നു കാണിക്കുന്ന അത്ഭുത മാങ്ങ എന്ന തെരുവ് നാടകം അരങ്ങേറി. മാമ്പഴത്തിൽ കാൽസ്യം കാർബണേറ്റ് എന്ന മായം ചേർക്കുന്നതിനെതിരായ ബോധവൽക്കരണമായിരുന്നു വത്സൻ നെല്ലിക്കോട് സംവിധാനം ചെയ്ത നാടകത്തിലൂടെ ലക്ഷ്യമിട്ടത്. കാൽസ്യം കാർബൈഡ് വിതറി വെള്ളം കുടഞ്ഞ് കൃത്രിമമായി പഴുപ്പിക്കുന്ന മാങ്ങയുടെ അപകടം വിളിച്ചോതി അത്ഭുത മാങ്ങ എന്ന തെരുവ് നാടകം ശ്രദ്ധേയമായി. തിങ്ങി നിറഞ്ഞ തെരുവിൽ ഒരു കച്ചവടക്കാരൻ ഉന്തുവണ്ടിയിൽ മാങ്ങയുമായി വിൽക്കാനെത്തുന്നതോടെയാണ് നാടകത്തിന് തുടക്കമാകുന്നത്. നല്ലതുപോലെ മൂത്തുപഴുത്ത മാങ്ങ കണ്ടപ്പോൾ കച്ചവടക്കാരന് ചുറ്റും ആവശ്യക്കാരേറുന്നു. തിരഞ്ഞെടുക്കാനൊന്നും പാടില്ല, കിട്ടിയത് വാങ്ങണം. ഇതോടെ കച്ചവടക്കാരും ഉപഭോക്താവും തമ്മിൽ തർക്കമാകുന്നു. രണ്ട് തരത്തിലുള്ള കച്ചവടം നടന്നു. ഒരാളോട് 150 റുപ്യ 2 കിലോന്, വേറെ ഒരാളോട് 250 വാങ്ങി. ഇമാതിരി കച്ചവടം നടത്താൻ പാടുണ്ടോ? ഒടുവിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസറെ വിളിച്ചു വരുത്തി. ഇദ്ദേഹവും മാങ്ങ വിൽപ്പനക്കാരനു വേണ്ടി സംസാരിക്കുമ്പോഴാണ് വാങ്ങിയ മാങ്ങ കഴിച്ച് ഛർദിയും വയറിളക്കവും പിടിപെട്ടവർ കച്ചവടക്കാരനെ തേടിയെത്തുന്നത്. ഒടുവിൽ പച്ചമാങ്ങ അടുക്കുകളായി നിരത്തി ചാക്കുകൊണ്ട് മൂടിയ ശേഷം കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു വിതറിയാൽ പിറ്റേന്ന് പഴുത്ത മാങ്ങ റെഡിയാവുന്ന കാര്യം നാടകം നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്നു. ഈ സാധനമാണ് നിങ്ങളുടെ മാങ്ങയിലുള്ളത്. നിങ്ങളുടെ മാങ്ങയിൽ ചേർത്ത സാധനമാണിത്. ഈ വിഷാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തി മാരക രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കച്ചവടം അവസാനിപ്പിക്കണം. മാങ്ങ 24 മണിക്കൂർ കൊണ്ടും പഴുക്കുന്നതാണ്. ഈ കച്ചവടത്തെ സഹായിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ കൈകൾ കെട്ടപ്പെടണം. ഇതോടെ എല്ലാവരും ഒന്നടങ്കം ഇത്തരം മാങ്ങയുടെ വരവ് തടയണമെന്നും വിൽപ്പന നിരോധിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. കോഴിക്കോട് LIC കോർണറിലാണ് അത്ഭുത മാങ്ങ എന്ന തെരുവ് നാടകം അരങ്ങേറിയത്. വത്സൻ നെല്ലിക്കോട് രചനയും സംവിധാനം നിർവഹിച്ച നാടകത്തിൽ പ്രഭാകരൻ നമ്പ്യാർ, ബാലകൃഷ്ണൻ കണ്ണഞ്ചേരി, ബാലൻ കാട്ടുങ്ങൽ, ലത്തീഫ് ചെമ്പകശ്ശേരി, EA ബഷീർ, അച്യുതലാൽ, സലീം പോക്കു, അസീസ് ജയഗാന്ധി, ജിഫ്രിയ എന്നിവർ വേഷമിട്ടു.
ഇനി ബിസിനസ് വാർത്തകളിലേക്ക്. കല്യാൺ സിൽക്സ് വൺ കോർ വെഡിംഗ് സെലിബ്രേഷന്റെ മൂന്നാം ആഴ്ചയിലെ നറുക്കെടുപ്പ് കോഴിക്കോട് ഷോറൂമിൽ നടന്നു. മന്ത്രി MK മുനീർ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ സ്വദേശി കിരണിനാണ് ടൊയോട്ട ലിവ കാർ നറുക്കെടുപ്പിലൂടെ ലഭിച്ചത്. 2000 രൂപയുടെ ഓരോ പർച്ചേസിനുമൊപ്പം ഒരു സമ്മാന കൂപ്പൺ നൽകും. ഈ കൂപ്പൺ നറുക്കെടുത്താണ് വിജയികളെ കണ്ടെത്തുന്നത്. മലയാളി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷങ്ങളും സമ്മാനങ്ങളുമായാണ് കല്യാൺ സിൽക്സ് 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷൻ 4ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നത്. മെയ് 16 വരെ നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും ബൈക്ക്, ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങിയ വിസ്മയ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. ആഴ്ചതോറും കാറുകളും ബമ്പർ സമ്മാനമായി 101 പവൻ സ്വർണവുമാണ് നൽകുക. കൂടാതെ ഒട്ടനവധി സർപ്രൈസ് സമ്മാനങ്ങളും നൽകുന്നുണ്ട്. 2000 രൂപയുടെ ഓരോ പർച്ചേസിനോടൊപ്പം ഓരോ സമ്മാന കൂപ്പൺ നൽകും. നറുക്കെടുപ്പ് എല്ലാ ആഴ്ചയും കല്യാൺ സിൽക്സിന്റെ ഷോറൂമുകളിലാണ് നടക്കുന്നത്. കല്യാൺ സിൽക്സ് 1 crore വെഡ്ഡിംഗ് സെലിബ്രേഷന്റെ 3ാമത് നറുക്കെടുപ്പ് കോഴിക്കോട് ഷോറൂമിൽ നടന്നു. മന്ത്രി ഡോക്ടർ MK മുനീർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മേയർ AK പ്രേമജം, A പ്രദീപ് കുമാർ MLA, KTC ഗ്രൂപ്പ് ചെയർമാൻ PV ചന്ദ്രൻ, മാതൃഭൂമി മാർക്കറ്റിംഗ് ജനറൽ മാനേജർ KP നാരായണൻ, കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ പട്ടാഭിരാമൻ, പ്രകാശ് പട്ടാഭിരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. Kiran, flat number 701, Vrindavan Palace, Thrissur, 20. ഒന്നാം സമ്മാനമായ ടൊയോട്ട ലിവ കാർ തൃശൂർ സ്വദേശി കിരണും, ഹോണ്ട ബൈക്ക് കോട്ടയത്തെ ജേസൺ മോൾ KM, കണ്ണൂരിലെ ജിഷ്ണു N, കോട്ടയത്തെ ജോജോ ജോർജ്, തിരുവല്ലയിലെ സ്മിത മോഹൻ, എറണാകുളത്തെ സായിദ് മുഹമ്മദ്, തൃശൂരിലെ സുസ്മിത സുഗു, തൃശൂരിലെ ദീപു രവീന്ദ്രൻ എന്നിവർക്കും, ടെലിവിഷൻ തൃശൂരിലെ തിലകൻ, കോട്ടയത്തെ റോസ്മിൻ ജോസഫ്, കോഴിക്കോട്ടെ ഫ്രാസ്റ്റീവ് ലിവിറ്റ്, തൃശൂരിലെ സൂനം ഉദയൻ, എറണാകുളത്തെ പൊന്നമ്മ NK, തിരുവനന്തപുരത്തെ ഗീത, തൃശൂരിലെ ജയശീലൻ K, റെഫ്രിജറേറ്റർ തൃശൂരിലെ സലാക്കത്ത്, എറണാകുളത്തെ M പ്രവീൺ, തിരുവല്ലയിലെ ലിജു ഫിലിപ്പ്, എറണാകുളത്തെ ശൈലജ ദാസ്, കോഴിക്കോട്ടെ സൂര്യപ്രഭ K, തൃശൂരിലെ ശ്രീനാഥ് വിജയ് K, തൃശൂരിലെ സായ മാത്യു എന്നിവർക്കും, വാഷിംഗ് മെഷീൻ എറണാകുളത്തെ യമുന സജിത്, തിരുവനന്തപുരത്തെ ഷിബു, കണ്ണൂരിലെ ജ്യോതിഷ് കുമാർ C, കോഴിക്കോട്ടെ സുധാകനി, പാലക്കാട്ടെ സീമ രതീഷ്, കോട്ടയത്തെ C രാമചന്ദ്രൻ, പാലക്കാട്ടെ വേർക്കോട്ട് മോഹനൻ എന്നിവർക്കും നൽകി. കൂടാതെ ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഡെയിലി പ്രൈസായ ഗിഫ്റ്റ് വൗച്ചറുകളും സമ്മാനമായി നൽകുന്നുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 22ാം ജില്ലാ സമ്മേളനം ഏപ്രിൽ 28, 29 തീയതികളിൽ കോഴിക്കോട് ആഴക്കൊടി ഓഡിറ്റോറിയത്തിൽ നടക്കും. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 2 ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ ഉദ്ഘാടന സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, വനിതാ സമ്മേളനം, സംയുക്ത കൌൺസിൽ യോഗം, സുഹൃത്ത് സമ്മേളനം തുടങ്ങിയവയും നടക്കും. A പ്രദീപ് കുമാർ MLA, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, മനയത്ത് ചന്ദ്രൻ, അഡ്വക്കേറ്റ് MT പത്മ, അഡ്വക്കേറ്റ് M രാജൻ, TP രാമകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരും സമ്മേളന പരിപാടികളിൽ സംബന്ധിക്കും. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് എൻലൈറ്റ് സിവിൽ സർവീസ് സ്റ്റഡി സർക്കിളാണ് പരിശീലന പരിപാടി ഒരുക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ചവരും പരിശ്രമിക്കുന്നവരും മറ്റ് വിദഗ്ധരുമാണ് ക്ലാസുകൾ നയിക്കുക. മാസം 500 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ക്ലാസുകൾ മെയ് 1 ആരംഭിക്കുമെന്നും വിശദവിവരങ്ങൾക്ക് 8891323761 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും അഭിജിത്ത് TK, അസ്ര അബ്ദുള്ള, ഫഹദ് തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയകാല അനുഷ്ഠാന കലകളും വാമൊഴി പ്രസ്ഥാനവും ചെറുകഥാ സാഹിത്യത്തിന്റെ അടിസ്ഥാനമെന്ന് സാഹിത്യകാരി P. വത്സല. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർഗവസന്തം ക്യാമ്പിന് തുടക്കമായി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രാവബോധം വളർത്തിയെടുക്കുന്നതിൽ മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെ പങ്ക് വളരെ വലുതാണെന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ M. അബ്ദുൾ സലാം. ഹൈ ഡെഫിനിഷൻ 3D സിനിമാ പ്രദർശനം പ്ലാനറ്റേറിയത്തിൽ ആരംഭിച്ചു. കെട്ടിട നിർമ്മാണ ചട്ടം ഭേദഗതി വരുത്തുമ്പോൾ ലെൻസ് ഫെഡിന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസക്തിയുണ്ടെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material.